സംസ്കാരത്തിലേക്കോ ചുരുക്കി കെട്ടാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ച് വീട് വാങ്ങി പണം തട്ടിയവർക്കെതിരെ റവന്യൂ റിക്കവറിക്ക് ഒരുങ്ങി പഞ്ചായത്ത്. പണം തട്ടിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 27 പേരിൽ നിന്ന് നഷ്ടമായ തുക തിരിച്ചുപിടിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് നടപടി. ഉപ്പുതുറ പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. ഏക്കർ കണക്കിന് ഭൂമിയുള്ളവരും സ്വന്തമായി വാസയോഗ്യമായ വീടുള്ളവരുമടക്കം ഗുണഭോക്തൃ പട്ടികയിൽ കടന്നുകൂടി. ചിലർ ലൈഫ് പദ്ധതി പ്രകാരം പണിത വീട് 1 വർഷം തികയും മുൻപേ 3 ഇരട്ടി വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. 1-ാം ഗഡു വാങ്ങിയ ശേഷം ഒരു പണിയും ചെയ്യാതെ 2ഉം 3ഉം 4ഉം ഗഡുവും കൈപ്പറ്റിയ നിരവധി പേരുണ്ട്. മറ്റുള്ളവരുടെ വീടിന്റെ ഫോട്ടോ നൽകി പണം വാങ്ങിയവരും കൂട്ടത്തിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമടക്കം 27 പേരാണ് അനധികൃതമായി ആനുകൂല്യം നേടിയത്. ഇവരിൽ നിന്ന് റവന്യൂ റിക്കവറിയിലൂടെ നഷ്ടമായ പണം തിരിച്ചുപിടിക്കാനാണ് ഉപ്പുതറ പഞ്ചായത്തിന്റെ തീരുമാനം. ഒരാൾക്ക് പോലും വീട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം അനധികൃതമായിട്ട് പണം കൈപ്പറ്റിയിൽ നിന്ന് തിരിച്ചു പിടിക്കാനോ നടപടി സ്വീകരിക്കാത്തതിൻ്റെ പേരമാണ് ഇപ്പോൾ കൊടുക്കാത്തത്. അതുകൊണ്ട് ജില്ലാ മിഷൻ ഇത് സംബന്ധിച്ച് നമുക്ക് അലോട്ട്മെൻറ്റ് ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുകയാണ്. ഡിവിഷൻ മെമ്പറായിരിക്കുമ്പോഴാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് 3 സെന്റ് ഭൂമിയെ സ്വന്തമായുള്ളൂ എന്ന് കാണിച്ച് വീട് സംഘടിപ്പിച്ചെടുത്തത്. എന്നാൽ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ പേരിൽ 1.5 ഏക്കർ പട്ടയഭൂമിയുണ്ടെന്ന് കണ്ടെത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് വീട് വാങ്ങി മുഴുവൻ തുകയും കൈപ്പറ്റിയത്. LDF നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തായിരുന്നു ക്രമക്കേട് നടന്നത്. അന്നത്തെ ഉദ്യോഗസ്ഥർക്കും വാർഡ് മെമ്പർമാർക്കും നിർണായക പങ്കുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ 27 പേർ അനധികൃതമായി ആനുകൂല്യം നേടിയതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് സർക്കാരിന് നഷ്ടമായ പണം തിരിച്ചടപ്പിക്കണമെന്ന് വിജിലൻസ് അന്ന് നിർദ്ദേശം നൽകി. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നോട്ടീസ് അയച്ച് നടപടി ലഘൂകരിക്കുകയാണ് പഞ്ചായത്ത് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കെത്തിയ വിജിലൻസ് ഇതുവരെയുള്ള നടപടി സംബന്ധിച്ച് വിശദീകരണം തേടി. തുടർന്നാണ് ചൊവ്വാഴ്ച പഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി കൂടി റവന്യൂ റിക്കവറിക്ക് തീരുമാനമെടുത്തത്. വിശദമായ അന്വേഷണം നടത്താനാണ് ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിനിടെ അഗ്നിരക്ഷാ സിവിൽ ഡിഫൻസ് സംഘത്തെ മർദ്ദിച്ച സംഭവത്തിൽ